ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറിയിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ ഇതുവരെ 31,575 കോടിയുടെ സെല്ലിംഗ് ആണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. മാർച്ച് 21 മുതൽ 28 വരെയുള്ള 7 ട്രേഡിംഗ് സെഷനുകളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബയറായിരുന്നു. ഏകദേശം 30,927 കോടിയുടെ ബൈയിങ് ആയിരുന്നു ആ 7 ട്രേഡിംഗ് സെഷനിൽ FPIs നടത്തിയത്. എന്നാൽ ഇപ്പോൾ 31,575 കോടിയുടെ സെല്ലിംഗ് ആണ് ഏപ്രിൽ മാസത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവിടെ മാർച്ച് മാസത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ജനുവരി ഫെബ്രുവരി മാസങ്ങളേക്കാൾ കുറവായിരുന്നു. ജനുവരി മാസത്തിൽ 78,027 കോടിയുടെ സെല്ലിങ്ങും ഫെബ്രുവരി മാസത്തിൽ 34,574 കോടിയുടെ സെല്ലിങ്ങുമാണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ ഇതുവരെ ഏകദേശം 31,575 കോടിയുടെ സെല്ലിംഗ് ആണ് FPIs നടത്തിയിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന അൺസർട്ടനിറ്റി തന്നെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗർ. 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 1.48 ലക്ഷം കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. മാർക്കറ്റിൽ നിലനിൽക്കുന്ന അൺസർട്ടനിറ്റി അവസാനിച്ചതിന് ശേഷം മാത്രമേ FPIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പഴയ രീതിയിൽ തിരിച്ചു വരൂ എന്നാണ് ഡേറ്റകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതേസമയം ഗ്ലോബൽ മാർക്കറ്റിൽ റിസഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിലും ഒട്ടുമിക്ക അനലിസ്റ്റുകളും ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 6% അടുത്തായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വളർച്ച കൈവരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പോകുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അതിവേഗം ഇന്ത്യൻ മാർക്കറ്റിലേക്കും തിരിച്ചു വരാം. ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, റൈറ്റ് ഇഷ്യൂ തുടങ്ങിയ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ക്രിസിൽ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4,200 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. 26 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് നൽകുകയാണ്. ഏപ്രിൽ 14 തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. ഏപ്രിൽ 11 തീയതി എക്സ് ഡേറ്റ് ആയിരുന്നു. എക്സ് ഡേറ്റിന് മുൻപേ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തവർക്കും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്കും 26 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത് എനർജി ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ്. എനർജി ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് എന്ന കമ്പനിയുടെയും ഡിവിഡൻഡ് എക്സ് ഡേറ്റ് ഏപ്രിൽ 15 തീയതിയാണ്. മൂന്നാമത്തേത് ഹെക്സാവെയർ ടെക്നോളജി ലിമിറ്റഡ്. ഹെക്സാവെയർ ടെക്നോളജി 630 രൂപ വിലയുള്ള സ്റ്റോക്കാണ്. 5 രൂപ 75 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. നാലാമത്തെ സ്റ്റോക്ക് കപിൽ രാജ് ഫിനാൻസ് ലിമിറ്റഡ്. ഏപ്രിൽ 15 തീയതി സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്ന ഒരു സ്റ്റോക്കാണ് കപിൽ രാജ് ഫിനാൻസ്. 1:10 എന്ന റേഷ്യോയിലാണ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 68 രൂപ വിലയുള്ള സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആറാമത്തെ സ്റ്റോക്ക് ഓൺസോഴ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് വെഞ്ചേഴ്സ് ലിമിറ്റഡ്. ഓൺസോഴ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 15 തീയതിയാണ്. 10 രൂപ വിലയുള്ള സ്റ്റോക്കാണ് ഓൺസോഴ്സ് വെഞ്ചേഴ്സ് എന്ന സ്റ്റോക്ക്. ഏഴാമത്തെ സ്റ്റോക്ക് റെമേഡിയം ലൈഫ് കെയർ എന്ന സ്റ്റോക്ക്. റെമേഡിയം ലൈഫ് കെയർ എന്ന കമ്പനിയുടെയും റൈറ്റ് ഇഷ്യൂവിൻ്റെ എക്സ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ 15 തീയതിയാണ്. 2 രൂപ വിലയുള്ള സ്റ്റോക്കാണ് റെമേഡിയം ലൈഫ് കെയർ. വസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിയുടെ ഇൻട്രിം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ 17 തീയതിയാണ്. ഏപ്രിൽ 16 തീയതി ഇൻട്രിം ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് ആണ്. സ്റ്റോക്കിൻ്റെ വില 2,435 രൂപ. സ്റ്റോക്ക് 3 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഇൻട്രിം ഡിവിഡൻഡ് നൽകിയിരിക്കുന്നത്. ഇനി ഡിവിഡൻഡ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ആക്മി ഫിൻട്രേഡ് എന്ന സ്റ്റോക്കാണ്. 1:10 എന്ന റേഷ്യോയിൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ എക്സ് ഡേറ്റ് ഏപ്രിൽ 17 തീയതിയും റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 18 തീയതിയുമാണ്. 83 രൂപ വിലയുള്ള സ്റ്റോക്കാണ് ആക്മി ഫിൻട്രേഡ് എന്ന സ്റ്റോക്ക്. ഗാർമെൻറ്റ് മന്ത്ര ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ റെക്കോർഡ് ഡേറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 17 തീയതിയാണ്. 1 രൂപ വിലയുള്ള ഒരു പെന്നി സ്റ്റോക്കാണ് ഗാർമെൻറ്റ് മന്ത്ര ലൈഫ് സ്റ്റൈൽ എന്ന സ്റ്റോക്ക്. സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ ഇന്ത്യ എന്ന കമ്പനിയുടെയും ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 17 തീയതിയാണ് ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ്. 55 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. അവസാന സ്റ്റോക്ക് തിരുപ്പതി ടയേഴ്സ്. തിരുപ്പതി ടയേഴ്സ് എന്ന കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 17 തീയതിയാണ്. 9 രൂപ വിലയുള്ള ഒരു പെന്നി സ്റ്റോക്കാണ് തിരുപ്പതി ടയേഴ്സ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.